മതമാണ് പ്രശ്നമെന്ന KM ഷാജിയുടെ പ്രസംഗത്തിന് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിൻ്റെ തീയാണ് പ്രശ്നം എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ മറുപടി പറഞ്ഞത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാണ്. എന്നാൽ മതവും എരിയുന്ന വയറും ഒരുപോലെ പ്രശ്നമാകുന്ന ഒരു വാർത്തയാണ് ഇന്ന് എഡിറ്റേഴ്സ് ടേക്ക് പറയുന്നത്. സ്വാഗതം. ഉത്തരാഖണ്ഡിലാണ് കോട്ട്വാർ പട്ടണത്തിൽ 30 വർഷമായി സ്കൂൾ കുട്ടികൾക്ക് യൂണിഫോം തുന്നിക്കൊടുത്ത് ഉപജീവനം കഴിക്കുന്നയാളാണ് വാക്കിൽ അഹമ്മദ് എന്ന 70കാരൻ. ഇക്കഴിഞ്ഞ ജനുവരി 28-ന് ഒരു സംഭവമുണ്ടായി. ബജ്റംഗ് ദളിൻ്റെ 40ഓളം വരുന്ന പ്രവർത്തകർ കടയിൽ കയറി വന്ന് ഒരാവശ്യമുന്നയിക്കുന്നു. കടയുടെ പേര് മാറ്റണം. ബാബ എന്നാണ് കടയുടെ പേര്. അത് ഹിന്ദു സന്യാസിയുടെ പേരാണ്. അത് മാറ്റണം എന്നാണ് ബജ്റംഗ് ദളിൻ്റെ ആവശ്യം. വാക്കിൽ അഹമ്മദ് എന്ന മനുഷ്യൻ്റെയും കുടുംബത്തിൻ്റെയും എരിയുന്ന വയറിലെ തീയാണ് ഇവിടെ പ്രശ്നം. എന്നാലോ അദ്ദേഹത്തിൻ്റെ മതവുമാണ് പ്രശ്നം. അതുകൊണ്ട് ശ്രീ KN ബാലഗോപാൽ, മതമല്ല പ്രശ്നമെന്ന താങ്കളുടെ സാമ്പത്തിക രാഷ്ട്രീയ സിദ്ധാന്തം ഇന്ത്യയിൽ പരാജയപ്പെട്ടു കഴിഞ്ഞു. വയറിൽ തീയെരിയുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ മതം കൂടിയാണ് ഇന്നത്തെ ഇന്ത്യയിലെ പ്രശ്നം. എന്നാൽ മതമാണ് പ്രശ്നമെന്ന KM ഷാജിയുടെ ഏകപക്ഷീയ മുദ്രാവാക്യവും ഇവിടെ പരാജയപ്പെടുന്നത് കാണാം. അത് പറയാം. ഇത് ദീപക് കുമാർ, കോട്ട്വാർ പട്ടണത്തിൽ ജിം പരിശീലകനാണ്. നേരത്തെ പറഞ്ഞ സംഭവം നടക്കുമ്പോൾ ദീപക് കുമാർ തൊട്ടടുത്ത തൻ്റെ സുഹൃത്തിൻ്റെ കടയിൽ ഇരിക്കുകയായിരുന്നു. 70 വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധനെ ചില ആളുകൾ വന്ന് ചോദ്യം ചെയ്യുന്നത് കണ്ട് അതിലെ പ്രശ്നം ദീപക് അന്വേഷിച്ചു. കടയുടെ പേര് മാറ്റാനാണ് സംഘം ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയ ദീപക് അത് ചോദ്യം ചെയ്തു. 30 വർഷമായി ബാബ എന്ന പേരിൽ നടത്തുന്ന കടയുടെ പേര് എന്തിനു മാറ്റണമെന്ന് ദീപക് ചോദിച്ചു. അത് ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളതെന്നും ദീപക് ചോദിച്ചു. സംഘം ദീപകിനെതിരെ തിരിഞ്ഞു. പക്ഷേ ശാരീരിക ആക്രമണം വകവയ്ക്കാതെ ദീപക് ചെറുത്തുനിന്നു. അക്രമികൾക്ക് പിന്തിരിയേണ്ടി വന്നു. സ്വജീവൻ അപകടത്തിലായിട്ടും ആ മുസ്ലിം വൃദ്ധനെ സംരക്ഷിച്ച യുവാവിൻ്റെ പേര് ഒന്നുകൂടി കേൾക്കുക, ദീപക് കുമാർ. പക്ഷേ ആ അക്രമി സംഘത്തിൽ നിന്നൊരാൾ പേര് ചോദിച്ചപ്പോൾ ദീപക് പറഞ്ഞു, എൻ്റെ പേര് മുഹമ്മദ് ദീപക്. അതെ, ദീപക് കുമാർ എന്ന ഹിന്ദു പേരിൻ്റെ സംരക്ഷണം വേണ്ടതുകൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. താൻ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയോ ആരായാലും വിഷയമല്ല. ആദ്യമായും അവസാനമായും താൻ ഒരു മനുഷ്യനാണ്. അതിനാൽ ശ്രീ KM ഷാജി, മതമാണ് പ്രശ്നമെന്ന താങ്കളുടെ വാക്കുകളും ഇവിടെ അപ്രസക്തമാവുകയാണ്. ദീപകിൻ്റെ ധീരമായ പ്രവൃത്തിയെ പ്രശംസിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നതോടെയാണ് വാർത്ത വലുതായത്. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ച ഹീറോ എന്നാണ് ദീപകിനെ രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. അത് സംശയിക്കാതെ പറയാവുന്ന വിശേഷണം, തർക്കമില്ല. മതനിരപേക്ഷത എന്ന ആശയം നിത്യജീവിതത്തിൽ ഇത്രയും കൃത്യമായി ഒരു മനുഷ്യൻ നടപ്പാക്കിയ സന്ദർഭങ്ങൾ ഉത്തരേന്ത്യയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ സംഭവത്തിൻ്റെ പേരിലെടുത്ത 3 കേസുകളിൽ ഒന്നിൽ പോലീസ് ദീപകിനെ പ്രതി ചേർക്കുകയും ചെയ്തിരിക്കുന്നു. ഭരണഘടന ഉയർത്തിപ്പിടിച്ചു എന്ന കുറ്റത്തിന് BJP സർക്കാരിൻ്റെ നടപടി. മറ്റൊരു വശത്ത് അദ്ദേഹത്തിന് ഭീഷണിയും വീട്ടുമുറ്റത്ത് പ്രകോപന പ്രസംഗവും തുടരുന്നു. ഇതിലും വലിയ ആപൽഘട്ടം അദ്ദേഹത്തിന് ഉണ്ടായിക്കൂടായികയില്ല. പക്ഷേ ദീപക് താൻ ചെയ്ത പ്രവൃത്തിയുടെ ശരിയിൽ ഉറച്ചു നിൽക്കുന്നു. സംഭവത്തിന് ശേഷം പുറത്തിറക്കിയ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു, കോട്ട് ആൻഡ് കോട്ട്, ഞാൻ ഹിന്ദുവല്ല, ഞാൻ മുസ്ലിമല്ല, ഞാൻ സിഖുകാരനുമല്ല, ഞാൻ ക്രിസ്ത്യാനിയുമല്ല. ആദ്യമായും അവസാനമായും ഞാനൊരു മനുഷ്യനാണ്. കാരണം മരിച്ചതിന് ശേഷം എനിക്ക് ദൈവത്തോടും മനുഷ്യത്വത്തോടുമാണ് ഉത്തരം പറയേണ്ടത്, ഏതെങ്കിലും മതത്തോടല്ല. ഇത് പറയുന്ന ദീപക് മറ്റൊരു കാര്യം കൂട്ടിച്ചേർക്കുന്നു, കോട്ട് ആൻഡ് കോട്ട്, നാട് മുഴുവൻ വെറുപ്പ് വഴിഞ്ഞൊഴുകുകയാണ്, പക്ഷേ സ്നേഹം പങ്കുവയ്ക്കുക എന്നതാണ് മഹത്തായ കാര്യം. നോക്കൂ, ഈ വാചകങ്ങൾ രാജ്യത്തെ സാധാരണ പൗരൻ്റേതാണ്. ഇതിനു മുൻപ് നാം ഇത് കേട്ടിട്ടുള്ളത് രാഹുൽ ഗാന്ധിയിൽ നിന്നാണ്. അത് രാഹുലിന് പകർന്നു കിട്ടിയത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയിൽ നിന്നാണ്. ഇന്ത്യ വിഭജനത്തിന് പിന്നാലെ രാജ്യ തലസ്ഥാനം മതവിദ്വേഷത്താൽ നീറിക്കത്തിയപ്പോൾ അവിടെ 5 ദിവസം നിരാഹാരമിരുന്ന് ആ വിദ്വേഷത്തി സ്നേഹമൊഴിച്ചു കെടുത്തിയ മഹാത്മാഗാന്ധിയിൽ നിന്ന് എന്ന് കാണണം. അതിനാൽ പറയാനുള്ളത് ഇതാണ്, KM ഷാജിയും KN ബാലഗോപാലുമല്ല ശരി, ദീപക്കാണ്.
ദീപക് കുമാർ എന്ന മുഹമ്മദ് ദീപക്. ഈ നടന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. ബജ്റംഗ് ദളിൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും എന്തൊരു BJPയുടെ തന്നെയും ഛോട്ടാ ആർമികൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഈ മട്ടിൽ ആക്രമണം നടത്തുന്നത് പതിവായി കഴിഞ്ഞിട്ടുണ്ട്. വയർ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരോടല്ല മതം ചോദിക്കുന്നത്. വീട് പുലർത്താൻ സാധിക്കുന്ന കൈത്തൊഴിലുകൾ ചെയ്ത് നഗരങ്ങളിലേക്ക് കുടിയേറിയെത്തുന്ന മനുഷ്യരോടാണ്. നോക്കൂ, നമ്മുടെ കേരളത്തിൽ വാളയാറിൽ രാംനാരായൺ എന്ന ഛത്തീസ്ഗഡിൽ നിന്നുള്ള മനുഷ്യനെ ബംഗ്ലാദേശി അല്ലേ എന്ന് ചോദിച്ച് കൊലപ്പെടുത്തിയത് ഈ അടുത്ത നാടുകളിലല്ലേ? അതേ ദിവസങ്ങളിൽ ബീഹാറിൽ നടന്ന സംഭവം കേൾക്കൂ. ബീഹാറിലെ മാവുയി ഗ്രാമക്കാരനായ മുഹമ്മദ് അത്താർ ഹുസൈനാണ് കൊല്ലപ്പെട്ടത്. സൈക്കിളിൽ സഞ്ചരിച്ച് തുണി വിൽക്കലായിരുന്നു ഉപജീവന മാർഗം. ഇക്കഴിഞ്ഞ ഡിസംബർ 5-ന് സൈക്കിൾ പഞ്ചറായപ്പോൾ ഒട്ടിക്കാൻ കട അന്വേഷിച്ചതാണ്. തീ കായുകയായിരുന്ന ഒരു സംഘം പേര് ചോദിച്ച് കത്തുന്ന വിറകുകൊള്ളികൊണ്ട് അടിച്ച് അവശനാക്കി ഉപേക്ഷിച്ചു. നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. ഇവിടെയെല്ലാം എരിയുന്ന വയറിൻ്റെ മതമാണ് പ്രശ്നമായത്. 2022-ൽ കർണാടകയിലെ ഷിമോഗയിൽ ഹലാൽ മാംസത്തിനെതിരെ ആരംഭിച്ച ഒരു പ്രചാരണമുണ്ടായിരുന്നു. ഹിന്ദു ജനജാഗൃതി സമിതി എന്ന പേരിലുള്ള സംഘടന ആഹ്വാനം ചെയ്ത ഹലാൽ മാംസ ബഹിഷ്കരണം ദക്ഷിണ കന്നഡയിലേക്കും ഹാസനിലേക്കും ചിക്കമഗലൂരുവിലേക്കും തുങ്കൂറിലേക്കുമൊക്കെ വ്യാപിക്കാൻ ഒട്ടും സമയം വേണ്ടി വന്നില്ല. ആയിരക്കണക്കിന് മുസ്ലിം വ്യാപാരികളുടെ വയറിലാണ് തീയെരിഞ്ഞത്. ഇത് താമസം വിന മുംബൈയിലേക്ക് നീണ്ടു. ഹലാൽ മാംസ വിൽപ്പന സാമ്പത്തിക ജിഹാദാണെന്ന് പ്രഖ്യാപിക്കാൻ BJP നേതാവ് CT രവിക്ക് ഒരു മടിയും ഉണ്ടായില്ല. തുടർന്നങ്ങോട്ട് ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നവരാത്രിക്ക് മാംസ വിൽപ്പന നിരോധിച്ചു. ഡൽഹിയിൽ സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും ഈസ്റ്റ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനുമാണ് ഹിന്ദു അനുഷ്ഠാന ദിവസങ്ങളിലെല്ലാം മാംസ വിൽപ്പന നിരോധിച്ചത്. UPയിലെ സാറ്റലൈറ്റ് ടൗണായ നോയിഡയിലാകട്ടെ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി വന്നതിന് പിന്നാലെ തന്നെ നവരാത്രിയുടെ 9 ദിവസവും ശ്രാവണ മാസത്തിലും മാംസ വിൽപ്പന നിരോധിച്ചിരുന്നു. 2023-ലാകട്ടെ ശ്രാവണം 2 മാസം നീണ്ടപ്പോൾ അത്രയും ദിവസം മാംസ വിൽപ്പന നടന്നില്ല. അതായത് വർഷത്തിൽ 50 മുതൽ 60 വരെ ദിവസങ്ങൾ ഈ മുസ്ലിം വ്യാപാരികൾക്ക് തൊഴിലില്ലാതാകുന്നു. അവരുടെ അടുപ്പുകളിൽ തീ പുകയുന്നില്ല, പകരം അവരുടെ വയറുകളിൽ തീ പുകയും. കാരണം അവരുടെ മതം. അതേസമയം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. അങ്ങനെ ബീഫ് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 കമ്പനികൾ BJP നേതാക്കളുടേതാണെന്ന് കേൾക്കുമ്പോൾ ഞെട്ടരുത്. നിറഞ്ഞ വയറുകളുടെ മതം പ്രശ്നമല്ലല്ലോ. ആരെങ്കിലും വിലക്ക് ലംഘിച്ച് മാംസ വിൽപ്പനയ്ക്ക് മുതിർന്നാൽ ജീവൻ വരെ അപകടത്തിലാകുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അത്തരം സന്ദർഭങ്ങളിലെല്ലാം കൂടെ ഉണ്ടായിരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ പേരാണ് ദീപക്. സഹജീവികളെ മതം നോക്കാതെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്ന ഇന്ത്യക്കാരൻ. ഫാസിസത്തെ ചെറുക്കാൻ ആ ഇന്ത്യക്കാരനെ കഴിയും.